മോർണിംഗ്. ഇത് നമ്മൾ ബയോളജിയാണ് എടുക്കാൻ പോണത്. ബയോളജിയിൽ നെക്സ്റ്റ് ചാപ്റ്ററാണ്, 21ാമത്തെ ചാപ്റ്ററാണ് റീപ്രൊഡക്ഷൻ ആൻഡ് പോപ്പുലേഷൻ കൺട്രോൾ. റീപ്രൊഡക്ഷൻ ആൻഡ് പോപ്പുലേഷൻ കൺട്രോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പ്ലാന്റ്സിലുള്ള റീപ്രൊഡക്ഷനാണ് കണ്ടത്. ഇനി ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് എന്താണ്? ആനിമൽസിൽ വരുന്ന റീപ്രൊഡക്ഷൻ, മെയിൻലി ഹ്യൂമണിൽ വരുന്ന റീപ്രൊഡക്ഷൻ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കാണാനായിട്ട് പോണത്. അപ്പോൾ എന്താണ് റീപ്രൊഡക്ഷൻ എന്ന് നോക്കാം. Reproduction is the ability of living organism by which they produce offspring of their own kind. അതായത് ഒരു ഓർഗാനിസത്തിനെ അതിൻ്റെ ഓഫ് സ്പ്രിങ്ങിനെ എന്താണ് ഉൽപ്പാദിപ്പിക്കാനുള്ള അവരുടെ കഴിവ്, അതിനെയാണ് ഇത് പറയുക റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. മെയിൻലി നമുക്കറിയാം എന്താണ് ആനിമൽസിൽ ഇവിടെ വെജിറ്റേറ്റീവ് എന്ന് പറഞ്ഞൊരു സംഭവമല്ല, ഇവിടെ സെക്ഷൽ ആൻഡ് അസെക്ഷൽ മെത്തേഡ്സ് ആണ് വരുന്നത്. ഇനി അസെക്ഷൽ മെത്തേഡ്സ് തന്നെ ചില സ്പോഞ്ചുകളിലൊക്കെയാണ് വരിക, കടലിൽ ജീവിക്കുന്ന ചില സ്പോഞ്ചുകളിലൊക്കെയാണ് വരിക. അവരുടെ സെക്ഷൽ ഭാഗമായിട്ട് വരുന്നതാണ് ജെമ്യൂൾ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ. അതിൽ നിന്നാണ് അവരുടെ പുതിയ ഓഫ് സ്പ്രിങ്ങുകൾ ഫോം ചെയ്യുന്നത്. ഇനി സെക്ഷൽ പ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ നമുക്കറിയാം എന്താണ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഉണ്ടാവുന്നു. ഈ സൈഗോട്ടാണ് വളർന്നു വലുതായിട്ട് നെക്സ്റ്റ് ഒരു ഓഫ് സ്പ്രിങ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഹ്യൂമൻ്റെ കേസിൽ എങ്ങനെയാണ്? അവിടെ മെയിൽസ് ഫീമെയിൽസ് പറഞ്ഞിട്ട് സെപ്പറേറ്റഡ് തന്നെയാണ് അല്ലേ. അപ്പോൾ മെയിൽ സെക്സ് ഓർഗനാണ് ടെസ്റ്റിസ്. മെയിൽ സെക്സ് ഓർഗൻ്റെ പേരാണ് ടെസ്റ്റിസ്, ഫീമെയിൽ സെക്സ് ഓർഗൻ്റെ പേരാണ് ഓവറി. മെയിലിൻ്റെ ടെസ്റ്റിസ്, ഫീമെയിലിൻ്റെ ഓവറീസ് ആണ്. ഈ സെക്സ് ഓർഗൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് സെക്ഷൽ മാത്രമല്ല, അവിടെ എന്താണ് എൻഡോക്രൈൻ ഗ്ലാൻസ് കൂടിയാണ്. ടെസ്റ്റിസ് ആണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഒരു ഹോർമോണെ ഉൽപ്പാദിപ്പിക്കുന്നത്. അതേപോലെ ഓവറീസ് ആണ് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും എന്ന് പറയുന്ന 2 ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി മെയിൽ സെക്സ് ഓർഗൻ്റെ സ്ട്രക്ചർ ടെക്സ്റ്റിലുണ്ട്, അത് നോക്കിയിട്ട് മനസ്സിലാക്കുക. അപ്പോൾ മെയിൽ സെക്സ് ഓർഗൻ ടെസ്റ്റിസ് എവിടെയാണ്? ഹ്യൂമൻ ബോഡിയുടെ അല്ലെങ്കിൽ മെയിലിൻ്റെ ബോഡിയുടെ പുറത്താണ് എന്തുള്ളത്? അവരുടെ സെക്സ് ഓർഗൻ ഉള്ളത്. കാരണം ഈ സ്പേം എന്ന് പറയുന്നത്, സ്പേമാണ് മെയിൽ ഗാമറ്റ് അല്ലെങ്കിൽ ബീജം എന്ന് പറയുന്നതാണ് മെയിൽ ഗാമറ്റ്. അത് ഉൽപ്പാദിപ്പിക്കുന്നത് ടെസ്റ്റിസാണ്. അതേപോലെ ഓവറി ഉൽപ്പാദിപ്പിക്കുന്ന ഓവം അല്ലെങ്കിൽ അണ്ടമാണ് ഫിമെയിൽ ഗാമറ്റ്സ്. അപ്പോൾ ഈ മെയിൽ ഗാമറ്റ്സ് ആയിട്ടുള്ള സ്പേമിന് നമ്മുടെ നോർമൽ ബോഡി ടെമ്പറേച്ചർ പോലും താങ്ങാൻ പറ്റില്ല. അതിനേക്കാളും 2-3 ഡിഗ്രി താഴെ വരുന്ന ടെമ്പറേച്ചറാണ് അവർക്ക് താങ്ങാനായിട്ട് ശേഷിയുള്ളൂ, അല്ലെങ്കിൽ അത് അവർ നശിച്ചു പോകും. അതുകൊണ്ടാണ് എന്താണ് ഹ്യൂമൻ ബോഡിയുടെ പുറത്തേക്ക് ടെസ്റ്റിസ് ഉള്ളത്. കാരണം ടെസ്റ്റിസിലാണ് സ്പേം ഉള്ളത്. ഇനി യൂറിനറി ബ്ലാഡർ ഉണ്ട്. യൂറിനറി ബ്ലാഡറിൽ നിന്ന് യൂറിൻ പുറത്തേക്ക് പോകാനുള്ള യുറേത്ര എന്ന് പറയുന്ന ഒരു ട്യൂബ് ഉണ്ട്. ഈ ട്യൂബ് പുറത്തേക്ക് കടന്നു പോകുന്നത് പെനിസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിൽ കൂടിയാണ്. ഈ പെനിസ് എന്ന സ്ട്രക്ചറിനുള്ളിലുള്ള ഈ യുറേത്ര വഴി തന്നെയാണ് യൂറിനും ടെസ്റ്റിസിൽ ഫോം ചെയ്യുന്ന സ്പേമും രണ്ടും പുറത്തേക്ക് പോകുന്നത്. രണ്ടിനും സെയിം ഓപ്പണിംഗ് ആണുള്ളത്. ഇനി ടെസ്റ്റിസിൽ പെയർ ഓഫ് ടെസ്റ്റിസ് ആണ് ഉണ്ടാവുക. ടെസ്റ്റിസിൽ ഉണ്ടാവുന്ന സ്പേമുകളെ വാസ ഡെഫറൻസ് എന്ന് പറയുന്ന കുഴലുകളാണ് എവിടെ എത്തിക്കുക? ഈ യുറേത്രയിലേക്ക് എത്തിക്കുന്നത്. അതിനിടയിൽ കാണപ്പെടുന്ന അതിനിടയിൽ വേറൊരു സ്ട്രക്ചർ ഉണ്ട്, സെമിനൽ വെസിക്കിൾ. സെമിനൽ വെസിക്കിൾ എന്ന് പറയുന്നത് ഈ സ്പേമുകളെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഭാഗമാണ് സെമിനൽ വെസിക്കിൾ എന്ന് പറയുന്നത്. ഈ എന്താണ് സ്പേമിനെ ടെസ്റ്റിസിൽ ഫോം ചെയ്യുന്ന സ്പേമിനെ സ്റ്റോർ ചെയ്യുന്ന ഭാഗമാണ് സെമിനൽ വെസിക്കിൾസ് എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ ഈ ടെസ്റ്റിസിനോട് ബന്ധപ്പെട്ട് കാണപ്പെടുന്ന മറ്റൊരു ഗ്ലാൻഡാണ് പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ്. പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് ഒരു സെക്രീഷൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ സെക്രീഷൻ സ്പേമിനെ എങ്ങനെ പൊതിഞ്ഞ് സൂക്ഷിക്കും. കാരണം ഇവരുടെ പ്രൊട്ടക്ഷൻ, അതായത് ഇവരുടെ ടെമ്പറേച്ചർ അവർക്ക് തീരെ താങ്ങാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവരൊരു കൊഴുകൊഴുപ്പുള്ള ഒരു അവസ്ഥയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് എന്താണ് ഒരു സെക്രീഷൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സ്പേമിൻ്റെ പ്രൊഡക്ഷൻ നടന്നു കഴിയുമ്പോൾ ടെസ്റ്റിസിൽ നിന്ന് അതെന്ത് ചെയ്യും? വാസ ഡെഫറൻസ് വഴി യുറേത്രയിലേക്ക് എത്തും. അപ്പോൾ ചില സമയങ്ങൾ അതെവിടെ സ്റ്റോർ ചെയ്ത് വയ്ക്കും? സെമിനൽ വെസിക്കിളിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കും. പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില സെക്രീഷൻസും കൂടെ ആയിട്ടാണ് ഇത് എവിടെ എത്തുക? യുറേത്രയിൽ എത്തുക. എന്നിട്ട് പെനിസ് വഴി ഇത് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത് നമ്മുടെ മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ ആയിട്ടുള്ള ടെസ്റ്റിസിൻ്റെ സ്ട്രക്ചർ. ബാക്കി നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കിയിട്ട് മനസ്സിലാക്കാം കേട്ടോ.
ഇനി സ്പെർമറ്റോജനസിസ് എന്ന് പറയുന്നത് ഈ സ്പേം ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? സ്പെർമറ്റോജനസിസ്. സ്പേം ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സ്പെർമറ്റോജനസിസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഹ്യൂമൻ സ്പേമിൻ്റെ സ്ട്രക്ചർ നോക്കണം. ഹ്യൂമൻ സ്പേമിൻ്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ ഇത് മോട്ടൈലാണ്. ഹ്യൂമൻ സ്പേം മോട്ടൈലാണ്. അപ്പോൾ ഒരു ഹെഡ് ഉണ്ട്, ടെയിൽ ഉണ്ട്, ഒരു മിഡിൽ പോർഷൻ ഉണ്ട്. ഹെഡ്, ടെയില്, മിഡിൽ പോർഷൻ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മുൻഭാഗം അല്ലെങ്കിൽ ഹെഡ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ക്യാപ്പ് പോലെയാണ് ഉണ്ടാവുക. മിഡിൽ പോർഷൻ, പിന്നെ ഒരു ടെയില്. ഈ ടെയില് വെച്ചിട്ടാണ് അതിങ്ങനെ സഞ്ചരിച്ച് പോവുക. ഇനി പെനിസ് വഴിയാണ് ഈ സെമൻ പുറത്തേക്ക് പോകുന്നത്. സെമൻ എന്ന് പറയുന്നത് സ്പേമുകളുടെ ഒരു കൂട്ടമാണ് സെമൻ എന്ന് പറയുന്നത്. അത് പെനിസ് വഴിയാണ് പുറത്തേക്ക് പോവുക. ഒരു ടൈമിൽ ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സ് നടക്കുന്ന സമയത്ത് ലക്ഷക്കണക്കിന് സ്പേമുകളാണ് ഫിമെയിൽസിൻ്റെ വെജൈനയിൽ എത്തപ്പെടുന്നത്. പക്ഷേ ഇവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഓവമായിട്ട് ഫ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരൊറ്റ സ്പേമിന് മാത്രമാണ് ഓവമായിട്ട് ഫ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഫിമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ്. ഫിമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് ഏതായിരുന്നു? ഓവറിയാണ്. ഓവറിയാണ് ഫിമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ. ഓവറിയുടെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഓവറി എന്ന് പറയുന്നത് എങ്ങനെയാണ്? നേരത്തെ ടെസ്റ്റിസ് പറഞ്ഞ പോലെ തന്നെ പെയർ ഓഫ് ഓവറീസ് ആണ് നമുക്കുള്ളത്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പെയർ ഓഫ് ഓവറീസ് ആണുള്ളത്. ഈ ഓവറീസിനെ ഫെല്ലോപ്പിയൻ ട്യൂബ് വഴി യൂട്രസിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. യൂട്രസ് വഴി സർവിക്സ്, പുറത്തേക്ക് വെജൈന. ഇപ്പോൾ സ്ത്രീകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് എന്താണ്? ഈ ഓവം പുറത്തേക്ക് പോകുന്നതിനും അതേപോലെ തന്നെ യൂറിൻ പുറത്തേക്ക് പോകുന്നതിനും 2 ഓപ്പണിങ്സ് ആണ്. പുരുഷന്മാരെ പോലെയല്ല. അവരുടെ യൂറിനും സ്പേമും എന്തുതന്നെയാണ്? യുറേത്ര വഴി പെനിസി കൂടിയാണ് പുറത്തേക്ക് പോവുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഓവം വെജൈന വഴി പുറത്തേക്ക് പോകും, അല്ലെങ്കിൽ സ്പേമുകൾ വന്ന് കയറുന്നത് വെജൈന വഴിയാണ്. യൂറിനായിട്ട് വേറെ ഓപ്പണിംഗ് ഉണ്ട്. അപ്പോൾ ഒരു സ്ത്രീ ജനിക്കുമ്പോൾ തന്നെ ആയിരക്കണക്കിന് അണ്ടങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഓവംസ് ആയിട്ടാണ് ഒരു സ്ത്രീ ജനിക്കുക. 2 ഓവറിയിലും എന്താണ്? ആയിരക്കണക്കിന് ഓവങ്ങൾ ഉണ്ടായിരിക്കും. കുഞ്ഞു ഓവങ്ങളുണ്ടായിരിക്കും. അങ്ങനെ ആ കുട്ടി പ്യൂബേർട്ടിയിൽ എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രായപൂർത്തിയാകുന്ന സമയത്ത് ഓരോ ഓൾട്ടർനേറ്റീവായിട്ട് ഓരോ ഓവം വീതം ഓരോ ഓവറിൽ നിന്ന് മെച്ചുവറായിട്ട് പുറത്തേക്ക് വരും. അപ്പോൾ ഈ മാസം റൈറ്റിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് മന്ത് എവിടെയാണ്? ലെഫ്റ്റിൽ നിന്നാണ് വരിക. അപ്പോൾ അങ്ങനെ വന്ന് ഓരോ മാസം വന്ന് അതിൻ്റെ ഒരു മെൻസ്ട്രേഷൻ അവസാനിക്കുന്നത് വരെ വരാനുള്ള ഓവം അവരുടെ ഓവറീസിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ എല്ലാ മാസവും എന്താണ്? ഓവം പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്നിട്ട് ഓവം പ്രൊഡക്ഷൻ നടന്ന് കഴിയുമ്പോൾ തന്നെ ഈ യൂട്രസ് എന്താ വിചാരിക്കുക? യൂട്രസ് വിചാരിക്കുന്നത് അവിടെ ഒരു ഇംപ്ലാന്റേഷൻ നടക്കാൻ പോകുന്നു എന്നാണ്. എല്ലാ മാസവും അതങ്ങനെ വിചാരിക്കും. അപ്പോൾ ഓവം പ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓവുലേഷൻ, ഓവം പ്രൊഡ്യൂസ് ചെയ്യണതിനെയാണ് എന്ത് പറയുക? ഓവുലേഷൻ എന്ന് പറയുക. സ്പെർമറ്റോജനസിസ് എന്ന് പറഞ്ഞില്ലേ? സ്പേമിൻ്റെ ഫോർമേഷൻ. അതേപോലെ ഓവം ഫോം ചെയ്യണതിനെയാണ് എന്ത് പറയുക? ഓവുലേഷൻ എന്ന് പറയുക. അല്ലെങ്കിൽ ഓവം റിലീസ് ചെയ്യുന്നതിനെയാണ് ഓവുലേഷൻ എന്ന് പറയാം. അപ്പോൾ ഒരു ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ യൂട്രസ് വിചാരിക്കും എന്താണ്? ഇവിടെ ഒരു ഇംപ്ലാന്റേഷൻ, ഇവിടെ ഒരു കുട്ടി വറ്റുപിടിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് യൂട്രസ് എന്താണ്? അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കാനായിട്ട് തുടങ്ങും. യൂട്രസിൻ്റെ വാളൊക്കെ സ്ട്രോങ് ആവും, കൂടുതൽ ബ്ലഡ് കാപ്പിലറീസ് അങ്ങോട്ട് വരും, വാൾസ് കട്ടിയാവും, കൂടുതൽ ബ്ലഡ് കാപ്പിലറീസ് വരും. അങ്ങനെ എല്ലാം സജ്ജമായിട്ട് യൂട്രസ് നിൽക്കും. ഇനി ആ സമയത്ത് എന്താണ്? വെജൈന വഴി സ്പേം വന്നു കഴിഞ്ഞാൽ ഈ സ്പേം എന്ത് ചെയ്യും? ഈ സ്പേമുകൾ മോട്ടൈലാണ്. അവരിങ്ങനെ സഞ്ചരിച്ച് ഫെല്ലോപ്പിയൻ ട്യൂബിലെത്തുകയും ഓവം ഫെല്ലോപ്പിയൻ ട്യൂബിലെത്തുന്ന സമയത്ത് ഓവവുമായിട്ട് ഫ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് സൈഗോട്ട് ഫോം ചെയ്യും. ഈ സൈഗോട്ട് ഒരുപാട് ഡിവിഷൻസ് ഒക്കെ നടന്നിട്ട് എംബ്രിയോ ഫോം ചെയ്യും. ഈ എംബ്രിയോ എന്ത് ചെയ്യും? യൂട്രസിലെത്തിയിട്ട് യൂട്രൈൻ വാളിൽ പറ്റിപ്പിടിച്ചിട്ട് വളർന്ന് ഒരു ഹ്യൂമൻ ബേബി ആയിട്ട് മാറും. 9 മന്ത് 9 ഡേയ്സ് കഴിയുന്ന സമയത്ത് ഇതിനെ എന്താണ്? വെജൈന വഴി പുറത്തേക്ക് പോകും. ഇതാണ് നോർമലായിട്ട് നടക്കുക. ഇനി സപ്പോസ് ഇങ്ങനെ ഒരു സ്പേം വന്നില്ല, അങ്ങനെയുള്ള അവസ്ഥയാണെങ്കിൽ യൂട്രസ് എന്താ വിചാരിക്കുക? എല്ലാ മാസവും യൂട്രസ് വിചാരിക്കുന്ന ഇവിടെ ഒരു ഇംപ്ലാന്റേഷൻ നടക്കാൻ പോകുന്നു എന്നാണ്. ഒരു സപ്പോസ് അവിടെ ഒരിത് നടന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഓവം യൂട്രസിലേക്ക് വരും. അവിടെ ഫെർട്ടിലൈസ്ഡ് അല്ലാത്ത ഓവമാണ് വരുന്നത്. അപ്പോൾ
ആ കട്ടി കൂടിയ ഭിത്തിയും അവിടെ കൂടുതലായിട്ട് വന്നിട്ടുള്ള നമ്മുടെ ബ്ലഡ് കാപ്പിലറീസും ഒക്കെ കൂടെ പൊട്ടി പുറത്തേക്ക് പോകും. ഈ പ്രോസസ്സാണ് എന്ത് മെൻസ്ട്രുവേഷൻ എന്ന് പറയുന്നത്. നോർമലി എങ്ങനെയാണ് 7 days വരെയാണ് കാണുന്നത്. ഓരോ 28 സൈക്കിൾസിൽ ഇത് കാണാവുന്നതാണ്. 28 മുതൽ 40 വരെ ഓരോ ആൾക്കാർ വേരിയേഷൻ സംഭവിച്ച് കാണാവുന്നതാണ്. ഇങ്ങനെയാണ് 2 കണ്ടീഷൻസ് വരുന്നത്. ചൈൽഡ് ബർത്തിൻ്റെ സമയത്ത് എന്തൊക്കെ സംഭവിക്കണേന്ന് നോക്കാം. അതായത് യൂട്രസ് ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ കൺട്രാക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അതേപോലെ തന്നെ അമ്നിയോൺ, അപ്പോൾ ഈ കുട്ടി വന്ന് പറ്റി പിടിച്ചിട്ട് അത് പിന്നെ ഒരു സഞ്ചിനുള്ളിലാണ് വളരുക. അത് അതിൻ്റെ ഉള്ളിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്, അമ്നോട്ടിക് ഫ്ലൂയിഡാണ് കുട്ടീനെ എക്സ്റ്റേണൽ ക്ഷതങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അതിന് ന്യൂട്രിയൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് അതുള്ളത്. അപ്പോൾ ആ അമ്നിയോൺ എന്ന് പറയുന്ന ആ ഒരു സഞ്ചി എന്താണ് പൊട്ടാനായിട്ട് തുടങ്ങും. എന്നിട്ട് ആ ഫ്ലൂയിഡ് മുഴുവനും പുറത്തേക്ക് വരും. യൂട്രസ് ഇങ്ങനെ ഭയങ്കരമായിട്ട് കൺട്രാക്ട് ചെയ്തിട്ട് ബേബീനെ പുറത്തേക്ക് തള്ളാനായിട്ട് നോക്കും. ബേബിയുടെ ലങ് സ്റ്റാർട്ട് ഫങ്ഷനിങ് ആൻഡ് ദ ബേബി ടേക്സ് ഇറ്റ്സ് ഫസ്റ്റ് ബ്രീത്ത്. അങ്ങനെ തുടങ്ങുമ്പോൾ കുട്ടിയുടെ ലങ്സ് ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങും. ആദ്യത്തെ ഒരു ശ്വാസം കുട്ടി എടുക്കും. അതുപോലെ അംബ്ലിക്കൽ കോഡ് കട്ടയും മുറിഞ്ഞു പോരും. അംബ്ലിക്കൽ കോഡ് എന്ന് പറയുന്നത് കുട്ടീനെ യൂട്രസിൽ കുട്ടിയുടെ പൊക്കിൾ കൊടി വന്നിട്ട് യൂട്രസിൻ്റെ വള്ളി പറ്റി പിടിച്ച് വളരുന്നതാണ്. ആ വള്ളി കട്ട് ചെയ്തിട്ട് വരും. ഇനി ജനിച്ചതിന് ശേഷം പ്ലാസൻ്റ കളയും. അതുപോലെ തന്നെ അമ്മയുടെ ബ്രസ്റ്റ് ഫീഡ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ഫസ്റ്റത്തെ പാലെന്ന് പറയുന്നത് കൊളസ്ട്രമാണ്. അത് ഏറ്റവും രോഗപ്രതിരോധ ശേഷി നൽകുന്ന പാലാണ്. അപ്പോൾ ഇതൊക്കെയാണ് നടക്കുന്നത്, ചൈൽഡ് ബർത്തിൽ നടക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ട്വിൻസിനെ കുറിച്ച് നോക്കാം. അതിലൊന്നാമത്തത് ഫ്രട്ടേണൽ ട്വിൻസ് അല്ലെങ്കിൽ അനിശ്ചിത ഇരട്ടകൾ എന്ന് പറയുമ്പോൾ നോർമലി ഓരോ ഓവറിൽ നിന്ന് ഒരു ഓവം പ്രൊഡ്യൂസ് ചെയ്യും. ആ ഓവം പോയിട്ട് ഏതെങ്കിലും ഒരു സ്പേമായിട്ട് ഫെർട്ടിലൈസ് ചെയ്യും. പക്ഷെ അതിന് പകരം അറ്റ് എ ടൈം 2 ഓവം റിലീസ് ചെയ്യുകയും ആ 2 ഓവമും സെപ്പറേറ്റ് ആയിട്ടുള്ള 2 സ്പേമുകളായിട്ട് ഫ്യൂസ് ചെയ്ത് ഫെർട്ടിലൈസ് ചെയ്തിട്ട് 2 സൈഗോട്ടുകൾ ഫോം ചെയ്യുന്ന അവസ്ഥയാണ് ഫ്രട്ടേണൽ ട്വിൻസ്. അപ്പോൾ ഇവരെ കണ്ടു കഴിഞ്ഞാൽ ട്വിൻസാന്ന് പറയുകയും ചെയ്യില്ല. 2 തരത്തിലായിരിക്കും. ഇനി അടുത്താണ് ഐഡൻറ്റിക്കൽ ട്വിൻസ് എന്ന് പറയുമ്പോൾ ഒരു ഓവം മാത്രം പ്രൊഡ്യൂസ് ചെയ്ത് ആ ഓവം ഒരു സ്പേമായിട്ട് ഫ്യൂസ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് ഉണ്ടാവുന്ന ആ ഓവം ഉണ്ടല്ലോ, അവർ എന്ത് ചെയ്യും, ഡിവൈഡ് അല്ലെങ്കിൽ അവർ വിഭജിച്ചിട്ട് 2ആയിട്ട് വളരും. വിഭജിച്ചിട്ട് എന്ത് ചെയ്യും, 2ആയിട്ട് വളരും. ഫെർട്ടിലൈസേഷന് ശേഷം അത് വിഭജിച്ചിട്ട് 2ആയിട്ട് വളരും. അപ്പോൾ അതാണ് ഐഡൻറ്റിക്കൽ ട്വിൻസ്. അവരെന്ന് പറയുമ്പോൾ കാണാനായിട്ട് അതേപോലെ തന്നെ ഇരിക്കും. ഇനി സയാമീസ് ഇരട്ടകൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വിഭജന സമയത്ത് പൂർണ്ണമായിട്ടും വിഭജിക്കാത്തൊരവസ്ഥ വരും. അങ്ങനെയാണ് എവിടെയെങ്കിലുമൊക്കെ അവർ ഒട്ടിപ്പിടിച്ചിട്ട് വരുന്നത്. ഇങ്ങനെയാണ് 3 തരത്തിൽ ഇരട്ടകൾ വരുന്നത്. ഇനി പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഒരു എൻസൈമാണ് കുട്ടി ജനിക്കുന്ന സമയത്ത് അമ്മയിൽ പാലുൽപാദനത്തിന് വേണ്ടി സഹായിക്കുന്ന ഹോർമോണാണ് പ്രൊലാക്റ്റിൻ. ഇനി ടെസ്റ്റ് ട്യൂബ് ശിശുക്കൾ എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ, ടെസ്റ്റ് ട്യൂബ് ബേബീസ് എന്ന് പറയുമ്പോൾ ചില സ്ത്രീകളുടെ ഫെലോപ്പിയൻ ട്യൂബ് ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ അവിടെ നോർമൽ കേസിൽ അവിടെ ഒരു ഫെർട്ടിലൈസേഷനുള്ള സാധ്യത ഇല്ല. എവിടെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഫെലോപ്പിയൻ ട്യൂബ് ഉപയോഗിച്ചിട്ടാണ്. ആ ഫെലോപ്പിയൻ ട്യൂബ് ബ്ലോക്ക് ആവുന്ന സമയത്ത് ഒരു നോർമൽ ഫെർട്ടിലൈസേഷൻ അവിടെ സാധ്യതയില്ല. ആ സമയത്ത് ആ സ്ത്രീയിൽ നിന്നും നമ്മൾ അവിടുന്ന് ഓവം കളക്ട് ചെയ്തിട്ട് അതിൻ്റെ ഭർത്താവിൻ്റെ സ്പേമും എടുത്തിട്ട് ടെസ്റ്റ് ട്യൂബിൽ അല്ലെങ്കിൽ നമ്മൾ ലബോറട്ടറി കണ്ടീഷൻസിൽ അതുവരെ ഫ്യൂസ് ചെയ്യിപ്പിച്ചിട്ട് ആ സ്ത്രീയിലേക്ക് തന്നെ അതിനെ ഇംപ്ലാന്റ് ചെയ്ത് കൊടുക്കും. അതിൻ്റെ യൂട്രസിലേക്ക് തന്നെ ഇംപ്ലാന്റ് ചെയ്ത് കൊടുക്കും. ഫെർട്ടിലൈസേഷനാണ് നടക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് ഓവത്തിനെ ആ ഒരു സ്ത്രീയിൽ നിന്ന് കളക്ട് ചെയ്ത് പുറത്ത് വെച്ചിട്ട് സ്പേമുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതേ യൂട്രസിലേക്ക് തന്നെ അവരെ എന്ത് ചെയ്യും, ഇംപ്ലാന്റ് ചെയ്ത് കൊടുക്കും. ഇതിനെയാണ് ഇതാണ് ടെസ്റ്റ് ട്യൂബ് ബേബീസ്. ഇങ്ങനെ ഉണ്ടാവുന്ന ബേബീസാണ് ടെസ്റ്റ് ട്യൂബ് ബേബീസ്. ഇനി ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ചാണ്. അത് ബർത്ത് കൺട്രോളിനുള്ള മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് റിതമിക് മെത്തേഡാണ്. റിതമിക് മെത്തേഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഒരു ഓവുലേഷൻ ഇപ്പോൾ ഫസ്റ്റ് പീരീഡ്സ് ആയിട്ടുള്ള ഒരു 14 days ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സ് നടന്നു കഴിഞ്ഞാൽ
ഒരു ഗർഭം ധരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അത് കഴിഞ്ഞിട്ടുള്ള പീരീഡൊക്കെ എന്താണ്, സേഫ് പീരീഡുകളാണ്. നമ്മൾ ഫസ്റ്റ് മെൻസ്ട്രേഷൻ നടന്നു, പീരീഡ്സ് ആയിട്ടുള്ള ഫസ്റ്റ് ഡേ തൊട്ട് 14 ദിവസം വരെ അതിൻ്റെ ഉള്ളൊരു സെക്ഷൽ കോണ്ടാക്റ്റ് നടക്കാതിരിക്കുക. നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ട് പോകുന്ന ഒരു കേസ്, അതാണ് റിതമിക് മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താണ്, കോണ്ടംസ് യൂസ് ചെയ്യുക. മെയിൽസ് കോണ്ടംസ് യൂസ് ചെയ്യുക, ഫീമെയിൽസ് ഡയഫ്രംസ് യൂസ് ചെയ്യുക. അപ്പോൾ എന്താണ്, സ്പേം അവിടെ ഫെലോപ്പിയൻ ട്യൂബിൽ എത്താത്ത അവസ്ഥ വരും. അപ്പോൾ അവിടെ ഫ്യൂഷനൊന്നും നടക്കില്ല. പിന്നെയുള്ളത് UCD അല്ലെങ്കിൽ ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്, അതായത് ഫെലോപ്പിയൻ ട്യൂബിനകത്തേക്ക് വെക്കാനുള്ളതാണ്. ഫെലോപ്പിയൻ ട്യൂബിലേക്കുള്ള ബ്ലോക്ക് ചെയ്ത പോലെ വെക്കും. അപ്പോൾ സ്പേമുകൾ വന്നു കഴിഞ്ഞാൽ എന്താണ്, ഫെലോപ്പിയൻ ട്യൂബിലേക്ക് കയറില്ല. അവിടെ വെച്ച് മാത്രമാണ് നടക്കുള്ളൂ ഫെർട്ടിലൈസേഷൻ നടക്കുള്ളൂ. ഓവം യൂട്രസിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒന്നും ഫെർട്ടിലൈസേഷൻ നടക്കില്ല. ഫെർട്ടിലൈസേഷൻ എവിടെ മാത്രമേ നടക്കുള്ളൂ, ഫെലോപ്പിയൻ ട്യൂബിൽ മാത്രമാണ് നടക്കുക. അത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് കോപ്പർട്ടി പോലുള്ള സാധനങ്ങളാണ് ഈ ഇൻട്രായൂട്രൈൻ ഡിവൈസ് എന്ന് പറയുന്നത്. പിന്നുള്ളത് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൻസ്, നമ്മൾ വായിലൂടെ കഴിക്കുന്ന മരുന്നുകൾ. പിന്നെ ഒരു സർജിക്കൽ മെത്തേഡ്സ് ആയിട്ട് വരുന്നതാണ് വാസെക്ടോമിയും ട്യൂബക്ടോമിയും. വാസെക്ടോമി എന്ന് പറയുന്നത് മെയിൽസിൻ്റെ വാസ് ഡെഫറൻസിനെ കട്ട് ചെയ്യാം. ട്യൂബക്ടോമി എന്ന് പറയുന്നത് ഫെലോപ്പിയൻ ട്യൂബ് കട്ട് ചെയ്യുക. നമ്മൾ പ്രസവം നിർത്തി എന്നൊക്കെ പറയില്ലേ, അതെന്താണ്, ഈ ട്യൂബക്ടോമിയാണ്. ഇവർ ഫീമെയിൽസിൻ്റെ എന്താ പറയുക, ഇത് കട്ട് ചെയ്യും, ഫെലോപ്പിയൻ ട്യൂബ് കട്ട് ചെയ്യും. അപ്പോൾ എന്താണ്, അവിടെ വെച്ചിട്ട് നടക്കില്ല. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെയുള്ളത് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസിയാണ്. അഥവാ ഉണ്ടായി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, കുട്ടീനെ അബോർട്ട് ചെയ്യുന്നൊരു കേസുകൾ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഫാമിലി പ്ലാനിങ്ങിൽ വരുന്നത്. ഇനി ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും, അതായത് 1000 ഇൻഡിവിജ്വൽസിൽ എത്ര പേര് ജനിച്ചു എന്നുള്ളതാണ് ബർത്ത് റേറ്റ് അല്ലെങ്കിൽ നാറ്റാലിറ്റി എന്ന് പറയുന്നത്. ഡെത്ത് റേറ്റ് മോർട്ടാലിറ്റി എന്ന് പറയുന്നത് 1000 ഇൻഡിവിജ്വൽസിൽ എത്ര പേര് മരിച്ചു എന്നുള്ളതാണ്. അത് മോർട്ടാലിറ്റി എന്ന് പറയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. പിന്നെ മെൻസ്ട്രേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, എന്താണ് മെൻസ്ട്രേഷൻ എന്ന് പറഞ്ഞു. സ്റ്റാർട്ട് ചെയ്യണത് ഒരു 11-13 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 50 അല്ലെങ്കിൽ ഒരു 45 മുതൽ 50 വരെയുള്ളതിൻ്റെ ഇടയിൽ, ചിലർക്ക് അതിന് കൂടുതലുണ്ടാവും, എന്നാലും ഒരു ആവറേജ് കേസിൽ ഇത് സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത്. മെയിൻലി ഹ്യൂമണിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ പിക്ചേഴ്സൊക്കെ നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കിയിട്ട് നന്നായിട്ട് ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. പടങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. മേ ബി എന്താണ്, ചിലപ്പോൾ വല്ല പടം വരയ്ക്കാനൊക്കെ ചോദിക്കാൻ കണ്ടിട്ടില്ല, എന്നാലും എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാലോ. അപ്പോൾ അതൊന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. താങ്ക് യു.